വൈറ്റില മേൽപ്പാലത്തിലാണ്. അവിടെ ഈ നിയന്ത്രണം വിട്ട ലോറി കൈവരിയിൽ ഇടിച്ചു കയറിയ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിലേക്ക് മാറ്റി. ആദിത്യൻ ഓമനക്കുട്ടനിലേക്ക് പോകുന്നു. ആദി, എപ്പോഴായിരുന്നു സംഭവം? പരിക്കേറ്റ ഡ്രൈവറുടെ ആരോഗ്യനില എങ്ങനെയാണ്? അവിടെ ഗതാഗത തടസ്സമടക്കം കാര്യങ്ങളൊക്കെ ഉണ്ടോ? സേതു, ഇന്ന് പുലർച്ചെയാണ് ഒരു 7 മണിക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വളരെ വലിയൊരു അപകടമാണ് ഉണ്ടായത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഒരു ലോറി, ഹോളോ ബ്രിക്സുമായി വന്ന ഒരു ലോറി, ഇടപ്പള്ളി ഭാഗത്ത് നിന്ന് എത്തിയ ഒരു ലോറിയാണ് ഈ ഫ്ലൈ ഓവറിനെ കൈവരിയിലേക്ക് ഇടിച്ചു കയറിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എത്ര വലിയൊരു അപകടമാണ് ഉണ്ടായതെന്ന്. നമുക്കറിയാം, അത്ഭുതകരമായിട്ടാണ് ഈ ഡ്രൈവർ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് വേണം കരുതാൻ. ഈ കൈവരിയുടെ പോസ്റ്റ് ഉൾപ്പെടെ ഇടിച്ച് തകർത്ത് വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായത്. പക്ഷേ അത്ഭുതകരമായി ഡ്രൈവർ രക്ഷപ്പെട്ടു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ വാഹനത്തിൻ്റെ ഡീസൽ ടാങ്ക് ഉൾപ്പെടെ ഈ അപകടത്തിൽ തകർന്നു എന്നതാണ്. പക്ഷേ അത് തീ പിടിക്കാതെ പോയതാണ്. നമുക്ക് കാണാം ഡീസൽ ചോരുന്നത്, അതാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അത്തരത്തിൽ വലിയൊരു അപകടം. പക്ഷേ അപ്പോൾ തന്നെ ഫയർഫോഴ്സ് ഇവിടെ എത്തി വലിയ അപകടം ഉണ്ടാവാത്ത രീതിയിൽ അത് സ്പാർക്കും തീയുമൊക്കെ സംഭവിക്കാത്ത രീതിയിലേക്ക് അത് നിയന്ത്രിക്കുകയായിരുന്നു. അതുപോലെ തന്നെ താണ്ടി ഇപ്പോൾ നമുക്ക് കാണാം ഈ മൂവാറ്റുപുഴ തിരുവനന്തപുരം അങ്ങനെ ഇവിടുത്തെ സൈൻ ബോർഡ് ഭാഗങ്ങളിലേക്ക് പോകാനുള്ള ഈ നെയിം ബോർഡ് ഉൾപ്പെടെ ഇടിച്ച് തകർക്കുന്ന രീതിയിൽ വലിയൊരു അപകടം തന്നെയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഇതിന് കാരണമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇത് 2 ഭാഗങ്ങളിലേക്ക് തിരിയുന്ന ഒരു റോഡാണ്. അതായത് ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് മൂവാറ്റുപുഴ തൃപ്പൂണിത്തുറ റൂട്ടും ഈ ഭാഗത്തേക്ക് ആലപ്പുഴ അരൂർ റൂട്ടുമാണ്. അപ്പോൾ അങ്ങനെ അരൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനമാണ് ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് ഇടിച്ച് മറിഞ്ഞത്. ആ വാഹനത്തിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അതുപോലെ തന്നെ കൈവരിയും ഇടിച്ച് തകർന്നു. ആ പോസ്റ്റ് ഉൾപ്പെടെ തകർന്നിരിക്കുകയാണ്. അത്ഭുതകരമായി ഡ്രൈവർ രക്ഷപ്പെട്ടു. എന്തായാലും ഇപ്പോൾ ഉടൻ തന്നെ ഈ ക്രെയിൻ ഉപയോഗിച്ച് ഇവിടെ നിന്നും ഈ വാഹനം മാറ്റാനുള്ള ശ്രമത്തിലാണ് പോലീസും ഫയർഫോഴ്സും.